എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെപ്റ്റംബർ 2025 അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Pentacles, King of Wands, Ace of Swords, Ten of Swords, Three of Cups, അതുപോലെ തന്നെ 8 of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഫസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ലൈഫ് നിങ്ങൾ ഏത് രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസരത്തിലേക്ക് അതില്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചുവട്ടുപടി എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് മാനിഫെസ്റ്റേഷൻ ഫേസ് ആണ്. പല ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ലൈഫിലെ പലത്തിലും ബിഗിനിങ് സ്റ്റേജാണ്. നല്ലൊരു ഗുഡ് ന്യൂസ്, പല കാര്യത്തിലും ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള അവസരം. ലൈഫ് വളരെ ആംബീഷ്യസ് ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്നു. അതേപോലെ ഇപ്പോൾ ചില ആളുകൾ ചില പുതിയ ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കരിയറിൽ ഉള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്റ്റഡി റിലേറ്റഡ് നിങ്ങളൊരു വളരെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ്, യുണീക്ക് ആയിട്ടുള്ളത്, ഇപ്പോൾ ആസ്ട്രോനോട്ട് ആവുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആസ്ട്രോണോമി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി, സ്പേസ് റിസർച്ച്, സ്പേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതിനുള്ള അവസരവും, നാസയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് അതേസമയം തന്നെ ഒരേ സമയം പ്രാക്ടിക്കലും അതേസമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുറകോട്ടേക്ക് വിടാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കുറച്ച് റിസ്ക് എടുത്ത് കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജിൽ, ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിൽ ഒരേ സമയം കാര്യങ്ങൾ സംഭവിക്കും, മറ്റൊരു സ്റ്റേജിൽ എന്താ പറയുക, നമ്മൾ പറയില്ല ഒരേ സമയം പ്രാക്ടിക്കലും അതേസമയം തന്നെ ഒരു ദിവാസ്വപ്നം എന്നുള്ള രീതിയിൽ ആളുകൾ പറയും. കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾ ദിവാസ്വപ്നം എന്നുള്ള രീതിയിലല്ല, മറിച്ച് നിങ്ങൾ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്നവരെ ഉയരത്തിലെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലാകെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന വഴി ഒരേ സമയം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സിങ്കാണ്. അതായത് റിയാലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡും അതേസമയം തന്നെ കുറച്ച് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, കിങ് ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓൺട്രപ്രനോറിയൽ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതായത് എന്തെങ്കിലും പുതിയതായിട്ട് സംരംഭം കാര്യങ്ങൾ നിങ്ങളായിട്ട് തുടങ്ങാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആംബീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് വളരെ ഒരു ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനുള്ളൊരു ഇത് വളരെയധികം അഗ്രസീവായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതായത് എന്ത് സാഹചര്യമാണ് നിങ്ങൾ അതിനനുസരിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ലീഡർ എന്നുള്ളൊരു ക്വാളിറ്റി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്യാനും നിങ്ങൾ മടിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സോള് എന്താണ്, അതായത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ വളരെ എന്താ പറയുക ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും കലാപരമായിട്ടുള്ളതും മറ്റുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾ ഒരേ സമയം തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു അഗ്രസീവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു, എന്ത് സംഭവിച്ചാലും മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് ഈഗോ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പല കാര്യങ്ങളിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ, അതേപോലെ നിങ്ങൾ വിചാരിച്ച് നേടിയെടുക്കുമ്പോൾ കുറച്ചൊരു ഈഗോ വരാം. അപ്പോൾ ഒരു ഈഗോ ഒന്ന് സൈഡിൽ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു വളരെ വലിയൊരു ഉയർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഐഡിയാസ് നിങ്ങളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയാസ് ഒത്തിരി ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രായഭേദമന്യേ, അതായത് നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയാണ്, കുട്ടികളൊക്കെ വലുതായ ആ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ഫേസിലോ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ചിന്ത വരാം. കാരണം ഇപ്പോൾ വീട്ടമ്മയായിട്ടുള്ളൊരു ഒരാളാണെങ്കിൽ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അത്രയ്ക്കധികം പല കാര്യങ്ങളും ഉണ്ട്. അതായത് കുട്ടികളുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഫീലിംഗ്, ആ ഒരു സമയത്ത് ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ട്. പല ഹോബീസ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ലൈഫിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ചിന്തകൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഓഫ് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഹോബീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് എന്താണോ, ജീവിതത്തിൽ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട്, പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിലൂടെ ലൈഫ് പേർപ്പസ് നിങ്ങൾക്ക് നേടിയെടുക്കാം. നിങ്ങളുടെ ലൈഫ് പേർപ്പസ് ശരിക്കും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഏതിന് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് 60 വയസ്സാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സാണ് എങ്കിലും 2 പേർക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വയസ്സ് ഇന്നതാണ്, എനിക്ക് പ്രായമായെന്ന് ചിന്തിച്ച് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം പറയുന്നു. 10 ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 ഓഫ് സോട്ട്സ് ആൻഡ് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിട്ടുകളയേണ്ടത് കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി 3 ഓഫ് കപ്സ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ കൂടെ കൊണ്ടു നടക്കേണ്ടാത്ത പലതും കൂടെ കൊണ്ടു നടക്കുന്നു. ചില ബന്ധങ്ങളായിരിക്കും, അത് ചില നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ വിട്ടുകളയേണ്ടുന്ന ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോഴും അതിനെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ തടയുന്ന ഒന്നാണ്. അതൊരു എൻഡിങ് ആണ്, പര്യവസാനമാണ്. അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആകാം. പക്ഷെ എന്നിരുന്നാലും അത് അപ്പോഴത്തെ സമയത്താണ്. അത് പക്ഷെ നിങ്ങൾ ബാക്കിൽ ഇട്ടിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, അതും കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ ആ ഒരു സങ്കടം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. റിമെയിൻ പോസിറ്റീവ്, ധൈര്യമായിട്ട് ജീവിതത്തിൽ വേണ്ടാത്തത് കളഞ്ഞിട്ട് വേണ്ടതുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നത്. 3 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ സൗഹൃദങ്ങൾ, പഴയ സൗഹൃദങ്ങൾ, അതായത് പഴയ ചില ബന്ധങ്ങൾ, അത് ശരിക്കും ഒരു സൗഹൃദമായിരുന്നില്ല, നിങ്ങളുടെ വെൽവിഷേഴ്സ് ആയിരുന്നില്ല അവരെന്നുള്ളത് മനസ്സിലാക്കി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുരുക്കം ചില പഴയ ബന്ധങ്ങളും നിങ്ങളായിട്ട് നല്ലൊരു കണക്ഷനുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു എനർജി, അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളിൽ കാണുന്നത്. ലൈഫ് പേർപ്പസ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഈ തരത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ലൈഫ് പേർപ്പസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ മാനസിക സംതൃപ്തി, പീസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ നിങ്ങൾ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതുകൊണ്ട് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു 8 ഓഫ് കപ്സ് എനർജിയാണ്. അത് വേണ്ടാത്തത് പലതും വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഫിനാൻഷ്യലി നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെ കാണുമ്പോൾ ആ ഒരു എനർജിയൊക്കെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരണമെങ്കിൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ കളയും, വേണ്ടത് മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കുറച്ച് കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വര ചിന്തയിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പേർപ്പസ് ലൈഫിൽ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ജോലി, മറ്റു കാര്യങ്ങൾ കൂടാതെ തന്നെ ദൈവികമായിട്ടുള്ള കാര്യം, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പള്ളികളിൽ പോവുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വഴിപാടുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ടും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെ അധികം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച്
ഒരു പക്വതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.